ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ രശ്മി. ഞാൻ രാജ്. ഞാൻ ഈയിടെ ആയിട്ടുണ്ടല്ലോ കുറച്ച് വീഡിയോസ് കണ്ടു ഇൻ വിച്ച് ദർസ് ടു മച്ച് ഓഫ് നോർത്ത് സൗത്ത് ഡിവിഷൻ. റിലിജ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻസ് പിന്നെ പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷേ ഈയിടെ ആയിട്ട് ഓരോരോ ആസ്പെക്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡിവിഷൻസ് ഉണ്ട്. ആർ വി ഫർഗെറ്റിംഗ് ആർ ട്രൂ ഐഡൻറ്റിറ്റി? നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ലേ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ ഭാരതീയനാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി. അതാണിപ്പോൾ കാലക്രമേണ നമ്മുടെ മനസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തലമുറകളായി വരുന്തോറും ആൾക്കാരിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഐ ആം എ ട്രൂ ഇന്ത്യൻ ഫസ്റ്റ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ നമുക്കൊരു ഇന്ത്യൻ എന്നുള്ള ഒരു ഇത് തോന്നുന്നത് എപ്പോഴാണ്? ക്രിക്കറ്റ് കളി കാണും. ഫുട്ബോൾ പിന്നെ വിടും, നമ്മൾ അത്ര ഇതല്ല. ക്രിക്കറ്റ് കളി കാണുമ്പം എന്താണ് നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഫ്ലാഗ് വീശുന്നു, നമ്മൾ മൊത്തം നാഷണൽ ഫ്ലാഗിനെ കളറടിച്ച് വയ്ക്കുന്നു അല്ലേ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ അഭിമാനിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഡിവിഷൻ, നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അല്ലേ. ജാതി, ഫസ്റ്റ് റിലീജിയൻ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, ഒരു ഡിവിഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ വരും ഡിസ്ട്രിക്റ്റ് ഡിവിഷൻ. സ്റ്റേറ്റിൻ്റെ അകത്താണെങ്കിൽ സ്റ്റേറ്റിനകത്ത് ഡിഫറെൻറ്റ് നോർത്ത് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് വരും സ്റ്റേറ്റിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്താവും? സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യക്കാരൻ നമ്മൾ മദ്രാസിൽ നിന്ന് വിളിക്കും. മൊത്തത്തിൽ സൗത്ത് ഇന്ത്യ മൊത്തം നമ്മൾ വേറെ എന്തൊക്കെയോ അവരെയും വിളിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് കൾച്ചറാണ്, അങ്ങനെയാണെന്നൊക്കെ ഡെമോഗ്രാഫിക്കലി ഡിഫറെൻ്റ് ആണ്, അതൊക്കെ രസമുണ്ട്. പക്ഷെ നമ്മുടെ മൊത്തത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ എന്താ പറയുക ഭരണഘടനയാണ് നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ട ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് വേണം. മനസ്സിലായില്ലേ? അതിലാണ് നമ്മൾ പ്രൈഡ് നമ്മൾ ആ പ്രൈഡ് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രൈഡ് വരേണ്ടത്, ടു സേ ദാറ്റ് വി ആർ ആൻ ഇന്ത്യൻ. ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് എവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെന്നറിയോ? നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ തൊട്ട് അത് ചേഞ്ച് ചെയ്ത് വരണം. എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യ സമരം അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനായിരിക്കും കൊടുക്കുന്നത്? ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളുടെ മതം പഠിപ്പിക്കാൻ വിടുന്നു അല്ലേ, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ മതം പഠിപ്പിക്കുന്നു, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങളുടെ മതം പഠിപ്പിക്കുന്നു. ആ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് നമ്മളെ പിള്ളേർക്ക് നമ്മളൊരു ഇന്ത്യനാണ്, നമ്മുടെ കൾച്ചറും വാല്യൂസും പറഞ്ഞു കൊടുക്കാൻ, ഇന്ത്യയുടെ ഒരു കൾച്ചറും വാല്യൂസും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മെനക്കെടുന്നുണ്ടോ? ഇല്ല. ഇത് കൊച്ചിലോട്ട് പറഞ്ഞു കൊടുത്താലേ അവൻ വലുതായിട്ട് വരുമ്പോൾ അവന് തോന്നുള്ളൂ ഓക്കെ ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് തോന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അത് കഴിയുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അതെല്ലാം പുറത്ത് കാണുന്ന എന്തും അല്ല, ഇന്ത്യക്ക് പുറത്ത് കാണുന്ന എന്തും അവന് മറ്റേ സ്വർഗ്ഗരാജ്യമാണ്. മനസ്സിലായി? ഇന്നാൾ എനിക്ക് പറയുമ്പോൾ സങ്കടമുണ്ട്. ഞാനൊരു യൂട്യൂബറുടെ കണ്ടാണ്. ഞാൻ പേരൊന്നും ആരുടെയും പറയുന്നില്ല, ഒരു ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് പറയുകയാണ്, ഈ പാസ്പോർട്ടിൽ ജനിച്ചതാണ് അവനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇങ്ങനെ പറയുന്നതിനൊക്കെ ഞാൻ എന്താ പറയുക? എന്നാൽ അവൻ ഈ പാസ്പോർട്ട് ജനിച്ച കാരണമാണ് ആ വിവരദോഷി ഈ പറയുന്ന കണക്ക് ഇത്തരം രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇങ്ങനെ പോലും അറിഞ്ഞുകൂടാത്ത യങ്സ്റ്റേഴ്സാണ് നമ്മൾ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് ഇത് പറയേണ്ടതെന്ന് വെച്ചാണ്, പക്ഷേ ഐ ഫെൽറ്റ് വെരി ബാഡ്. അപ്പോൾ ഇതിലൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യനാണെന്നുള്ളൊരു ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പം ഇതിലേക്ക് നമ്മൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം നേരത്തെ പറഞ്ഞാൽ കഴിഞ്ഞാൽ എഡ്യൂക്കേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാഠപദ്ധതികൾ നമ്മുടെ കരിക്കുലം അല്ലേ, കരിക്കുലം ഇംപ്രവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിക്രമിച്ചു. നമ്മൾ ഒരുപാട് ഹിസ്റ്ററി പഠിക്കും. ഹിസ്റ്ററി പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നേഷനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു 10-70-80 വർഷം പുറകിലുള്ള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്താണെന്നുള്ളൊരു ബോധവൽക്കരണം ഇപ്പോഴത്തെ പുതിയ യങ്സ്റ്റേഴ്സിന് കൊടുക്കണം. എന്നാൽ മാത്രമേ അവൻ്റെ ഉള്ളിലേക്ക് ഒരു നാഷണലിസം എന്നുള്ളൊരു ഫീലിംഗ് അവൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മളെ കിഡ്സിനെ. വി ഷുഡ് സ്റ്റാർട്ട് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ, സമ്മതിച്ചു. പക്ഷെ നമ്മൾ പുറത്ത് പോയി നമ്മൾ വർക്കിനോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നോബഡി കെയർസ് നമ്മൾ നോർത്ത് നിന്നാണോ സൗത്ത് നിന്നാണോ വെസ്റ്റ് നിന്നാണോ ഈസ്റ്റ് നിന്നാണോ എന്ന് നോബഡി കെയർസ്. അവിടെ നമ്മൾ വി ആർ ജസ്റ്റ് ഇന്ത്യൻസ്. നമ്മൾ ഇപ്പോൾ കരിക്കുലത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ പിള്ളേരെ ഇതൊക്കെ പഠിപ്പിച്ച് വിട്ടു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറയാം. പിള്ളേരെ മതവും അതൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ അവരുടെ മനസ്സിലെന്താണ്? മതമാണ് ഏറ്റവും വലുത്. അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്, നീ ഒരു ക്രിസ്ത്യനാണ്, നീ ഒരു മുസ്ലിമാണ്, അതാണ് ഏറ്റവും വലുത്.
റാദർ ദാൻ ബി ആൻ ഇന്ത്യൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവൻ പഠിച്ച് അവൻ പുറത്തേക്ക് ചെല്ലുകയാണ്. പുറത്തൊരു രാജ്യത്ത് തന്നെ ജോലി കിട്ടി. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പുറത്തൊരു രാജ്യത്ത് ജോലി കിട്ടി. പുറത്തൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവനെ ആരായിട്ടാണ് കാണുന്നത്? ഓക്കെ, നമ്മളൊരു ക്രിസ്ത്യൻ കൺട്രി പോയി അല്ലെങ്കിൽ മുസ്ലിം കൺട്രി പോയി, അവനെ ആരായിട്ടാണ് കാണുന്നത്? നീ ഒരു മുസ്ലിം ആണോ? ഒന്നും വേണ്ട, ബാ. നീ ഒരു ക്രിസ്ത്യൻ ആണോ? നീ ബാ. അങ്ങനെയാണോ പറയുന്നത്? അല്ല. സ്കിൽസ്, പിന്നെ നമ്മുടെ സ്കിൽസ് ഒരു. രണ്ടാമത്തെ കാര്യം എന്താ? ഇന്ത്യൻ ആണോ എന്നാണ് ആദ്യം നോക്കുന്നത്, അല്ലേ? നമ്മുടെ നാഷണാലിറ്റി എന്താണ്? ഇന്ത്യൻ. ഈ നാഷണാലിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ നാഷണാലിറ്റി മേക്സ് എന്താ പറയുക, കോർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണാലിറ്റിയാണ്. അവിടെ ആരും ചോദിക്കാറില്ല നീ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ എന്ന് ആരും ചോദിക്കാറില്ല. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും റിലീജിയൻ എന്താണെന്നുള്ളത്, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇത് മറന്നിട്ടാണ് പലരും പല വിദേശ രാജ്യങ്ങളിൽ വരുന്ന ഇന്ത്യക്കെതിരെ കുറ്റപ്പെടുത്തുക, മനസ്സിലായില്ലേ? പക്ഷെ ഇവരൊന്നും മറക്കാത്തൊരു ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വിലയുള്ളത്. ഈ ഒരു മഹാരാജ്യം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളൊക്കെ ആർക്ക് വേണം? അല്ല, നിങ്ങളെന്ന് പറയുന്നത് നമ്മളെയൊക്കെ ആർക്ക് വേണം? നമ്മളൊരു അഭയാർത്ഥിയായി മാറും, മനസ്സിലായില്ലേ? അഭയാർത്ഥിയായിട്ട്. ഇപ്പം അറിയാം, ലോകത്തെ പല ഭാഗത്തും നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആരും നമ്മൾ ഏറ്റെടുക്കൂല. ഞാൻ മുസ്ലിമാണ്, നീ ക്രിസ്ത്യനാണ്, ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ബാ, അവരാരും നമ്മുടെ ആൾക്കാരല്ല, മനസ്സിലായില്ലേ? നമുക്ക് നമ്മളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരേ ഉള്ളൂ, മനസ്സിലായോ? എന്തെങ്കിലും ആവശ്യം വരുമ്പം ഒരു രാജ്യത്തൊരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ രാജ്യം ഇവിടെ വന്ന് നമ്മുടെ പ്ലെയിൻ ഇവിടെ ഇറക്കി നമ്മളെ തിരിച്ചു കൊണ്ടുപോവാണ്, ഇല്ലേ? അതാണ് ഒരു നാഷണലിസം, അല്ലേ? അതിനാണ് യു ഷുഡ് ബി പ്രൗഡ് ടു ബി എ നാഷണലിസ്റ്റ് എന്നല്ല, ഇന്ത്യൻ ആവൺ യു ഷുഡ് ബി പ്രൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ അമേരിക്കയുടെ പ്ലെയിൻ വരുമോ, ബ്രിട്ടൻ്റെ പ്ലെയിൻ വരുമോ നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ? മനസ്സിലായില്ലേ? കൺട്രി, ആ രാജ്യം നമുക്ക് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? മദർലാൻഡ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ബാക്കിയൊക്കെ താൽക്കാലികമാണ്. ഈ മദർലാൻഡിന് എഗൻസ്റ്റ് ആണ് നമ്മുടെ കൂടെയുള്ള വിവരദോഷികൾ പലരും നിന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഇന്നാൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു യൂട്യൂബറുടെ കാര്യം പറഞ്ഞു. അവന് നാളെ അവിടെ എന്തെങ്കിലും സംഭവിച്ചു, മനസ്സിലായില്ലേ? ആരാണ് ഇടപെടേണ്ടത്? ഇന്ത്യൻ എംബസിയാണ് ഇടപെടേണ്ടത്. അപ്പം ഇതൊക്കെ മറന്നിട്ടാണ് പലരും പല കാര്യങ്ങളും പല രാജ്യത്തും പോയിരുന്നു ഇങ്ങനെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിനെതിരെയും നമ്മുടെ പൊളിറ്റിക്സിനെതിരെയും. നമ്മുടെ ഡെമോക്രസിയാണ്, നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, നമ്മുടെ അഭിപ്രായം നമുക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു മാനേഴ്സ് ഉണ്ട്, അല്ലെ ചെയ്യുന്ന രീതികളുണ്ട്. ഈ കൺട്രി എന്ന് പറഞ്ഞാൽ ആരാ അവിടെ ഇരിക്കുന്ന? പോളിസീസ് ആരാ ഉണ്ടാക്കുന്നത്? നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. കൺട്രി നമ്മുടെ ചില ആൾക്കാർ പുറത്തു പോയിട്ട് വരുന്നത് ഇന്ത്യ എന്തൊരു ഡേർട്ടിയസ്റ്റ്. ആരാ ഡേർട്ടി ആക്കുന്നത്? ഞാനും നിങ്ങളും അടങ്ങുന്ന ക്രൗഡാണ് ഡേർട്ടി ആക്കുന്നത്, അല്ലേ? ആ രാജ്യം അങ്ങനെ ഇരിക്കാനുള്ള കാര്യം എന്താണ്? പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അവിടെ എന്തെങ്കിലും ചപ്പുചാറ് വാരി കിട്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ട്രെയിനിൽ തുപ്പി വെച്ചോ? ഇതൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ചെയ്യുന്ന നമ്മളാണ്. സോ വി ആർ റെസ്പോൺസിബിൾ ഫോർ ഹൗ അവർ കൺട്രി ലുക്സ്. അല്ലെങ്കിൽ നമ്മുടെ കൺട്രി പുറത്തേക്ക് പോർട്രേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി ആർ റെസ്പോൺസിബിൾ. പിന്നെ നമ്മുടെ മീഡിയ എന്ത് മീഡിയയാണ് നമ്മുടെ മീഡിയ? ആദ്യം അവർ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്താണ്? ഇന്ത്യ എന്ന മഹാരാജ്യം. ഓക്കെ, അവർ ഉയർത്തി കാട്ടണം, നമ്മൾ വലുതാന്നുള്ള കാര്യം ഉയർത്തി കാട്ടണം. അതല്ല ചുമ്മാ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞ കണക്ക് എപ്പോഴും ഇന്ത്യയുടെ സ്ലമ്മും മറ്റേ റോഡിൽ കൂടെ നടക്കുന്ന തേരാപ്പാരം നടക്കുന്ന ആൾക്കാരല്ല ഇന്ത്യ എന്നുള്ളത് നമ്മൾ കാട്ടിക്കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിദേശത്ത് ചെല്ലുമ്പോൾ ഒക്കെ വില കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇന്ത്യനാന്ന് പറയാനുള്ള പ്രൗഡ് അവർക്ക് വരുള്ളൂ. ഇതൊന്നുമില്ല. ഇത് ചുമ്മാ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ പോയി. അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഇന്ത്യയെ കുറച്ച് കാണിക്കാൻ പറ്റുമോ അത് കുറച്ച് കാണിക്കുക. അതാണ് അങ്ങനെ ഇത് രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ബി എ നാഷണലിസ്റ്റ് ഫസ്റ്റ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെ രക്തത്തിൽ അലിഞ്ഞു ചേരണം. നമ്മളൊരു ഇന്ത്യക്കാരനാണ് എന്നുള്ളത്, മനസ്സിലായില്ലേ? എന്നിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. ബാക്കി എന്ത് നിങ്ങൾ മുസ്ലിമാണ് ക്രിസ്ത്യനാണ് എന്തോ ആയിക്കോട്ടെ. എന്നാൽ ഈ കാര്യമുണ്ടല്ലോ, നമ്മുടെ ഈ പള്ളിലച്ചന്മാരും ഈ മതപണ്ഡിതരൊക്കെ അവരുടെ തലയിലൂടെ വലിച്ചു കയറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പള്ളിയിൽ പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അല്ല അമ്പലത്തിൽ പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഈ ഭാരത്തെ അല്ല ഇന്ത്യയെ സ്നേഹിക്കാൻ കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേർ എത്രയോ നല്ല സിറ്റിസൺസ് ആയിട്ട് വളരും എന്നറിയോ. ഇതൊന്നുമില്ല. ഇത് കുറെ ജാതിയും മതവും പഠിപ്പിക്കും. അതെ, എക്സാക്ട്ലി. ഞാൻ എഡ്യൂക്കേഷൻ പറഞ്ഞ എന്നറിയാം, കൊച്ചു പിള്ളേരാകുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും, അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സാണ്, മനസ്സിലായി? ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനൊരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരിക്കുലം കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൂടുതൽ എംഫസൈസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പക്ഷേ കൂടുതൽ എംഫസൈസ് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ബ്രെയിനിൽ നിൽക്കും.
ബുക്കിഷ് Yeah, അതെ. അപ്പം അത് കണക്ക് തന്നെയാണ് പിന്നെ റിലീജിയൻ ഈ മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങൾ മതമൊക്കെ പറഞ്ഞു കൊടുത്തു, അതൊക്കെ ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാഷണലിസം കൂടെ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് നമ്മളെല്ലാവരും എന്താ പറയുക ഹിന്ദുക്കളാണ്, നമ്മൾ കൂട്ടത്ത് ഹിന്ദുക്കൾ, ബാക്കി മുസ്ലിങ്ങൾ അല്ല, നമ്മൾ ആദ്യം ഇന്ത്യക്കാരനാണ്, പിന്നാണ് ബാക്കിയുള്ള മതം വരുള്ളൂ എന്നുള്ള ഈ ഒരു ബോധം നമ്മുടെ ആൾക്കാരിലേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്നാൽ നമ്മുടെ ആൾക്കാർക്ക് അത് തിരിച്ചറിവുണ്ടാവുന്നു, അന്ന് മാത്രമേ വിൽ ബി പ്രൗഡ് ടു ബി കോൾഡ് ആസ് എ ട്രൂ ഇന്ത്യൻ. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ചെയ്തത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ എഫക്റ്റ് അല്ല. പക്ഷെ നമ്മൾ ഇതിൽ ഇന്ന് ഞാനൊരു ഇത് കാണിക്കരുത്, ഒരു നമ്മുടെ ഒരു ഡിഫൻസിൻ്റെ DRDOയുടെ ഡെവലപ്മെൻറ്റ്സ്, വി ആർ എക്സ്പോർട്ടിങ് ആംസ് ആൻഡ് അമ്യൂണിഷൻസ്. നമ്മൾ ആ രീതിയിൽ ഇന്ത്യ വളർന്നു, മനസ്സിലായില്ലേ? എന്തുമാത്രം സ്കില്ല്, എന്തുമാത്രം DRDO എന്ന് വെച്ചാൽ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനാണ്, അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അവർ അവരുടെ കീഴിൽ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഈയിടെ. അപ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്താ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഇപ്പം നമ്മളൊരു 10-15 വർഷം മുമ്പ് നമ്മൾ വി ഹാവ് നെവർ തോട്ട് ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യം ഇങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ വി ആർ ഫാർ അഡ്വാൻസ്ഡ്. അപ്പോൾ അതൊക്കെ ട്രൈ ടു പ്രൊമോട്ട് ഇന്ത്യ ആൻഡ് ബി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. അതാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. ബി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഓക്കെ, ഇനി ഇതൊരു ചെറിയ ടോപ്പിക്കാണെന്ന് അറിയാം, പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. എനിവേസ്, ഓക്കെ, അപ്പോൾ വേറെ ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.